നമുക്കിന്ന് 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ശാസ്ത്ര കൗതുകത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. കോഷ്ടകാത് പദാനി ചിത്വാ യഥോചിതം പൂരയതു. കോഷ്ടകാത്, കോഷ്ടകം എന്താണ്? ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായിട്ടുള്ള പദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ ചിത്രം എന്താണ്? ഒന്നാമത്തെ ചിത്രത്തിലുള്ളത് സൂര്യനാണ്. അപ്പം നമ്മളവിടെ സൂര്യഹ. രണ്ടാമത്തെ ചിത്രം ഭൂമിയാണ്. അപ്പോൾ നമ്മൾ ഭൂമിഹി എന്ന് എഴുതും. മൂന്നാമത്തെ ചിത്രത്തിലുള്ളത് ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രഹ. അടുത്തത് നോക്കാം. കോഷ്ടകാത് ഉചിതാനി പദാനി ഉപയുജ്യ പൂരയിതു. കോഷ്ടകം ബ്രാക്കറ്റിൽ നിന്ന് ഉചിതങ്ങളായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സംഖ്യയാണ് 1. ഒന്നിനെന്താ നമ്മൾ പറഞ്ഞത്? ഏകം. 2 10, 10ന് ദശ. മൂന്നാമത്തെ സംഖ്യ 100, 100ന് ശതം എന്നാണ് പറയുന്നത് അല്ലേ. നാലാമത് കൊടുത്തിരിക്കുന്നത് എന്താണ്? 1000, 1000ന് സഹസ്രം എന്ന് പറയും. അഞ്ചാമത് കൊടുത്തിരിക്കുന്നത് 10000, 10000ന് ആയുധം. പിന്നെ ലക്ഷം, ലക്ഷത്തിന് നിയുതം. അടുത്ത് നോക്കാം. ഉദാഹരണാനുസാരം വാക്യാനി പൂരയതു. ഉദാഹരണമനുസരിച്ച് വാക്യം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഡാഷ് ബലം പദ്ധതി. അപ്പോൾ നമുക്ക് വൃക്ഷ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ എഴുതിയത്? വൃക്ഷാത് ഫലം പദ്ധതി. വൃക്ഷത്തിൽ നിന്ന് ഫലം വീഴുന്നു. നമ്മുടെ വാക്ക് വൃക്ഷ എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ വൃക്ഷാത് എന്ന് എഴുതി. അപ്പോൾ വൃക്ഷ എന്ന് പറഞ്ഞാൽ മരം, വൃക്ഷാത് എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിൽ നിന്ന്. ഇത് പഞ്ചമി വിഭക്തിയിൽ വരുന്നതാണ്. അപ്പോൾ വൃക്ഷത്തിൽ നിന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം. വൃക്ഷാത്, വൃക്ഷത്തിൽ നിന്ന്. അടുത്ത വാക്യം നോക്കാം. സഹ ഡാഷ് ആഗച്ഛതി. നമുക്ക് തന്നിരിക്കുന്ന വാക്ക് ഗ്രന്ഥാലയം എന്നാണ്. അപ്പോൾ ഗ്രന്ഥാലയത്തിൽ നിന്നും ആഗച്ഛതി വരുന്നു. അപ്പോൾ സഹാവൻ ഗ്രന്ഥാലയത്തിൽ നിന്നും വരുന്നു. അപ്പോൾ നമുക്ക് തന്ന വാക്ക് ഗ്രന്ഥാലയ എന്ന്. അപ്പോൾ ഗ്രന്ഥാലയ എന്ന് പറഞ്ഞാൽ ലൈബ്രറി. അപ്പം ഗ്രന്ഥാലയത്തിൽ നിന്ന് എന്ന് പറയുമ്പം ഗ്രന്ഥാലയാത്. അപ്പോൾ എങ്ങനെ എഴുതും? സഹ ഗ്രന്ഥാലയാത് ആഗച്ഛതി. അവൻ ഗ്രന്ഥാലയത്തിൽ നിന്നും വരുന്നു. അടുത്ത് നോക്കാം. ഡാഷ് തോയം പദ്ധതി. നമുക്ക് വാക്ക് ആകാശ. അപ്പോൾ ആകാശത്തു നിന്നും, തോയം എന്ന് പറഞ്ഞാൽ ജലം, ജലം പദ്ധതി. അപ്പോൾ ആകാശത്തു നിന്നും ജലം പതിക്കുന്നു. അപ്പോൾ ആകാശ എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തു നിന്നും എന്ന് പറഞ്ഞാൽ ആകാശാത്. അപ്പം എങ്ങനെ എഴുതുന്നേ? ആകാശാത് തോയം പദ്ധതി. അടുത്തതോ ഡാഷ് ബഹിഹി ആഗച്ഛതി. നമുക്ക് നിലയ എന്ന് പറഞ്ഞാൽ വാക്ക് തന്നിരിക്കുന്നു. നിലയം എന്ന് പറഞ്ഞാൽ വീട്, താമസ സ്ഥലം എന്നൊക്കെ അർത്ഥം. അപ്പം നിലയാത് ബഹിഹി ആഗച്ഛതി. അടുത്ത് നോക്കാം. യഥോചിതം യോജയതു. ഇത് നമുക്ക് ഉചിതമായതിന് നേരെ വരച്ച് യോജിപ്പിക്കാനാണ്. ഒന്നാമത്തത് ആര്യഭടീയം. ആര്യഭടീയം എഴുതിയത് ആര്യഭട്ടഃ. രണ്ടാമത്തത് ലീലാവതി. ലീലാവതി എഴുതിയത് ഭാസ്കരഃ. മൂന്നാമത്തത് അഷ്ടാംഗഹൃദയം. അഷ്ടാംഗഹൃദയം എഴുതിയത് വാഗ്ഭടഃ. നാലാമത്തത് ഗോളദീപിക. ഗോളദീപിക എഴുതിയത് അച്യുത പിഷാരടി. അടുത്തത് യഥാ തഥാ പ്രയുജ്യ വാക്യം ലിഖതു. യഥാ തഥാ ഉപയോഗിച്ച് വാക്യം എഴുതൂ. യഥായുടെ അർത്ഥം എപ്പോഴാണോ, തഥായുടെ അർത്ഥം അപ്പോൾ. അപ്പോൾ യഥായുടെ അർത്ഥം എപ്പോഴാണോ, തഥായുടെ അർത്ഥം അപ്പോൾ. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഛാത്രാഃ ഘണ്ഠാനാദം ശൃണ്വന്തി. അപ്പോൾ കുട്ടികൾ ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുന്നു. രണ്ടാമത്തെ സെൻറ്റൻസ് ഛാത്രാഃ കക്ഷ്യാം പ്രവിശന്തി. കുട്ടികൾ ക്ലാസ്സിൽ കയറുന്നു. നമുക്ക് എങ്ങനെ ഒറ്റ സെൻറ്റൻസ് ആയിട്ട് എഴുതാം? എപ്പോഴാണോ കുട്ടികൾ ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ ക്ലാസ്സിൽ പ്രവേശിക്കുന്നു. ഇതെങ്ങനെ എഴുതും? യഥാ ഛാത്രാഃ ഘണ്ഠനാദം ശൃണ്വന്തി തഥാ കക്ഷാം പ്രവിശന്തി. എപ്പോഴാണോ കുട്ടികൾ ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ക്ലാസ്സിൽ പ്രവേശിക്കുന്നു. അടുത്ത സെൻറ്റൻസ് എങ്ങനെ എഴുതാൻ നോക്കാം. യാനം സ്ഥഗയതി.
അടുത്തത് ഛാത്രാഹ അവതരന്തി, യാനം വണ്ടി നിർത്തുന്നു. ഛാത്രാഹ അവതരന്തി, കുട്ടികൾ ഇറങ്ങുന്നു. ഇതെങ്ങനെ എഴുതുന്നത്? എപ്പോഴാണോ വാഹനം നിർത്തുന്നത് അപ്പോൾ കുട്ടികൾ ഇറങ്ങുന്നു. യഥാ യാനം സ്ഥഗയതി തഥാ ഛാത്രാഹ അവതരന്തി. എപ്പോഴാണോ വാഹനം നിർത്തുന്നത് അപ്പോൾ കുട്ടികൾ ഇറങ്ങുന്നു. വൃഷ്ടിഹി ഭവതി, മഴ പെയ്യുന്നു. ജനാഹ ഛത്രം ഉദ്ഘാടയന്തി, ആളുകൾ ഛത്രം കുട തുറക്കുന്നു. ഇതെങ്ങനെ നമ്മൾ എഴുതുന്നത്? എപ്പോഴാണോ മഴ പെയ്യുന്നത് അപ്പോൾ ആളുകൾ കുട തുറക്കുന്നു. യഥാ വൃഷ്ടി ഭവതി തഥാ ജനാഹ ഛത്രം ഉദ്ഘാടയന്തി. അടുത്ത നോക്കാം, പദാനാം അർത്ഥം ലിഖതു. നമുക്കവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ആ വാക്കുകളുടെ അർത്ഥം എഴുതാനാണ്. നമ്മുടെ ഒന്നാമത്തെ വാക്കാണ് ശശി. ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രഹ, ചന്ദ്രൻ. രണ്ടാമത്തെ വാക്കാണ് അയുധം. അയുധം എന്ന് പറഞ്ഞാൽ ദശസഹസ്രം, 10,000. മൂന്നാമത്തെ വാക്കാണ് ധരണി. ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമിഹി. മൂന്നാമത്തെ വാക്കാണ് വർഷാഹ. വർഷാഹ എന്ന് പറഞ്ഞാൽ മഴ, വൃഷ്ടിഹി. അടുത്ത വാക്കാണ് സതതം. സതതം എന്ന് പറഞ്ഞാൽ സദാ, എപ്പോഴും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.